അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ക്രെറ്റയാണ്. ഇത് ക്രെറ്റയുടെ തന്നെ ഏറ്റവും പുതിയൊരു എഡിഷനാണ്, കിങ് എന്ന് പറഞ്ഞൊരു എഡിഷനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ അവരുടെ ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതുതായിട്ട് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നോർമൽ ക്രെറ്റ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഈ കിടന്ന് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വെർഷനുമാണ്. ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ. ഈ പെട്രോൾ ആണെങ്കിൽ 12,87,000 ഓൺ റോഡ്. അതിൻ്റെ ഡീസൽ ആണെങ്കിൽ 14,68,000 ഓൺ റോഡ് വരും. ഇതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് EX ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റ് മുതലാണ് 16,59,000 അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് വെർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20,50,000 രൂപയും. അപ്പോൾ ഇന്നത്തെ മെയിൻ ആളെന്ന് പറയുന്നത് ഈ ഒരു കിങ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിലേക്ക് വരാം. ഇത് പെട്രോൾ മാനുവൽ ആണെങ്കിൽ നമുക്ക് 20,92,000 ഓൺ റോഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 22,63,000 ഓൺ റോഡ് വരുന്നുണ്ട്. ഇനി ഡീസൽ മാനുവൽ ആണെങ്കിൽ 22,78 നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. അതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 23,88 നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. DR യൂണിറ്റ് കണക്റ്റായിട്ട് പോകുന്ന രീതിയിൽ നൽകിയിട്ടുള്ളത് കാണാം. ADAS ലെവൽ 2 ഇതിനകത്ത് വരുന്നുണ്ട്. ഡാഷ് ക്യാം കൊടുത്തിട്ടുള്ളത് കാണാം. 360° ക്യാമറ ഈ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുന്ന സമയത്ത് മേജർ ആയിട്ടുള്ള ചേഞ്ച് വരുന്നത് ഈ ഒരു കിങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 18 ഇഞ്ചാണ് ടയർ സൈസ്. നോർമൽ കറക്റ്റ് നമുക്ക് 17 ഇഞ്ച് മാത്രമേ നമുക്ക് ടയർ സൈസ് ലഭിക്കൂ. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് 18 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. വേറെ മാറ്റങ്ങളൊന്നും ഈ ഒരു സൈഡിൽ നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് ഡോർ ഹാൻഡിൽസ് ഒക്കെ ക്രോം എലമെന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം. ഇത് റിയർ പ്രൊഫൈലാണ്, നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു കിങ് എന്നൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ആവശ്യം പോലെ വരും. അവിടെ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുള്ളത് കാണാം. പിന്നൊരു മാറ്റം സംഭവിച്ചത് ഇതൊരു കിങ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ കണ്ടേ ഈ ഒരു ട്രേ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വന്നേക്കുന്നതാണ്. കൂടാതെ ഇവിടെ വയർലെസ് ചാർജിങ് യൂണിറ്റ് അവർ കൊടുത്തിട്ടുണ്ടാണ് ഈ ഒരു പോർഷനിലായിട്ട്. പിന്നെ ബോസ് ഫംഗ്ഷൻ കൂടിയാണ് ഈ ഒരു സീറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ സംഭവിച്ചൊരു മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റ് ഉണ്ടല്ലോ, ഈ ഒരു സീറ്റും നിലവിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. കൂടാതെ ഇതാണ് അത് അടുത്തേക്ക് വന്നാൽ കാണാം ഡ്യുവൽ സോൺ AC നൽകിയിട്ടുള്ളത് കാണാം. വയർലെസ് ചാർജിങ്, ഡ്രൈവ് മോഡ്സ്, അങ്ങനെയുള്ള കാര്യം കണക്റ്റായിട്ട് പോകുന്ന ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ക്ലസ്റ്ററും അതുപോലെ ഇൻഫോർമേഷൻ സിസ്റ്റവും ആണ് ഈ ഒരു പൊസിഷനിലായിട്ടാണ് ആ ഒരു ഡാഷ് ക്യാം അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. പനോറമിക് സൺറൂഫാണ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്.